ഹായ് ഓൾ, നമ്മുടെ ഈ സെമ്മിലെ സബ്ജക്റ്റ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 1 CE 301 ആണ് അതിൻ്റെ സബ്ജക്റ്റ് കോഡ്. മൊഡ്യൂൾ 1 ഇതതിൻ്റെ സിലബസ് ആണ്. ഇത്രയും പോർഷൻസ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യാനായിട്ടുണ്ട്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് PCC. ഫസ്റ്റ് ഈ ടോപ്പിക്സൊക്കെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പോവാം. PCC, plain cement concrete. Plain cement concrete is a hardened mass obtained from a mixture of cement, fine aggregate, coarse aggregate and water in definite proportions. അപ്പോൾ PCC എന്ന് പറയുന്നത് ഒരു ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു മാസാണ് അല്ലേ. അതെങ്ങനെയാണ് ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തിൻ്റെയൊക്കെ മിക്സ്ചറാണ് അത് വരുന്നത്? സിമെൻറ്റ് അല്ലേ, അതായത് ബൈൻഡിങ് മെറ്റീരിയൽ, പിന്നെ ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, വാട്ടർ ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തോന്നിയതുപോലെ തോന്നിയ അളവിൽ ചേർക്കുകയല്ല അല്ലേ. അതായത് പ്രോപ്പറായിട്ട് ഓരോ പ്രൊപ്പോർഷൻസ് ഉണ്ട്. അതായത് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് തമ്മിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേഷ്യോസ് ഉണ്ട്. M25 വരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേഷ്യോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം M5, M7.5, M10, M15, M20, M25 അങ്ങനെ വിവിധ തരം റേഷ്യോസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ M20 ആണെങ്കിൽ 1.5:3, അതായത് 1 സിമെൻറ്റ്, 1.5 ഫൈൻ അഗ്രിഗേറ്റ്, 3 കോസ് അഗ്രിഗേറ്റ്. അതേപോലെ ഇപ്പം M15 ആണെങ്കിൽ 1 സിമെൻറ്റ്, 2 ഫൈൻ അഗ്രിഗേറ്റ്, 4 കോസ് അഗ്രിഗേറ്റ്. 1:4 ആണ് റേഷ്യോ വരുന്നത്. അതേപോലെ ഈ 3 മെറ്റീരിയൽസ് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് ഒരു പ്രോപ്പർ റേഷ്യോയിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ അല്ലേ, വാട്ടറും നമ്മൾ തോന്നിയതുപോലെ ഒഴുക്കിയല്ല. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നൊരു റേഷ്യോ ഉണ്ട്. അതായത് സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ വാട്ടറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആയിരിക്കും നമ്മൾ വാട്ടർ ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുക. അപ്പം ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഹാർഡൻഡ് മാസാണ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹാർഡൻഡ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റിൽ, അതായത് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും. വാട്ടറുമായിട്ട് ചേരുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ടാണ്, സിമെൻറ്റും വാട്ടറുമായിട്ട് ചേരുമ്പം കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ടാണ് ഇത് ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു മാസായിട്ട് മാറുന്നത്. The ingredients are mixed together to form a plastic mass. അതായത് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് മാസാക്കി മാറ്റും. പ്ലാസ്റ്റിക് മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് ആക്കി കൊണ്ടുവരും. ഓക്കെ, വിച്ച് ഈസ് poured into a desired shape molds called as forms. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിലാണോ കോൺക്രീറ്റ് വേണ്ടത് ആ ഷേപ്പിനനുസരിച്ചുള്ള മോൾഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പ്ലേസ് ചെയ്യും. അതിന് നമുക്ക് ഫോംസ് എന്ന് പറയാം. ഇപ്പോൾ നോർമലി നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഫോം വർക്ക് എന്ന് പറയുന്നത് പോലെ, അതായത് ഏത് ഷേപ്പിലേക്കാണോ വേണ്ടത് അതിന് നമുക്ക് ഫോംസ് എന്ന് പറയാം. അതായത് ഫോം വർക്ക്. ഇപ്പം ബിൽഡിങ്സിലൊക്കെ നമ്മൾ ഫോം വർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഫോംസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഏത് ഷേപ്പിലേക്കാണോ, ഏത് രീതിയിലാണോ, അല്ലെങ്കിൽ ഏത് ഡയമെൻഷനിലേക്കാണോ ഈ കോൺക്രീറ്റ് ആക്കി കൊണ്ടുവരേണ്ടത് അതിന് പറയുന്നതാണ് ഫോംസ്. ആ മോൾഡിന് പറയുന്നതാണ് ഫോംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ വേണ്ടത് ഈ പ്ലാസ്റ്റിക് മാസിന് ആ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. ദിസ് പ്ലാസ്റ്റിക് മാസ് ഹാർഡൻസ് ഓൺ സെറ്റിംഗ് ആൻഡ് വി ഗെറ്റ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. ഈ പ്ലാസ്റ്റിക് മാസ് എന്ത് ചെയ്യും, ഹാർഡൻഡ് ആവും അല്ലേ. അതായത് അത് പ്രോപ്പർ സെറ്റായി അത് ക്യൂറിങ് പീരീഡൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇത് ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു മാസായി മാറും. ഇതിന് പറയുന്ന പേരാണ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ, ഇതിൻ്റെ 4ൻ്റെയും മിക്സ്ചറാണ്. ഇത് മിക്സ് ചെയ്ത് സെറ്റായി ഹാർഡൻഡായി വരുമ്പോൾ ഇതിനെ നമ്മൾ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയും. ഓക്കെ, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഹാസ് ഗുഡ് കംപ്രസീവ് സ്ട്രെങ്ത് ബട്ട് വെരി ലിറ്റിൽ ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പോൾ ഈ PCCൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCCക്ക് നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. അതായത് അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കംപ്രസീവ് ഫോഴ്സ് വളരെ അധികമാണ്. ഓക്കെ, അതായത് നല്ല രീതിയിൽ അത് റെസിസ്റ്റ് ചെയ്യും കംപ്രസീവ് ഫോഴ്സിന്. എന്നാൽ ടെൻസൈൽ സ്ട്രെങ്ത്തിൽ വളരെ വീക്കാണ്. അതായത് ഒരു പുഷിങ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു കോൺക്രീറ്റ് മാസിലേക്ക് ഒരു പുഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം അത് റെസിസ്റ്റ് ചെയ്യും. പക്ഷേ പിടിച്ചു വലിച്ച് അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സാണ് അതിലേക്ക് PCCയിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ അത് പെട്ടെന്ന് ഫെയിലാവും. അപ്പം പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഹാസ് ഗുഡ് കംപ്രസീവ് സ്ട്രെങ്ത് ബട്ട് വെരി ലിറ്റിൽ ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണ്.
ഇനി അതിൻ്റെ യൂസസ് എന്താണെന്നുള്ളത്, PCC എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് കൂടുതൽ അതിൻ്റെ ആഴത്തിലേക്ക് പോവാത്തത്. യൂസ്ഡ് ആസ് ബെഡ് കോൺക്രീറ്റ് ബിലോ ദ വാൾ ഫൂട്ടിങ്സ്, കോളം ഫൂട്ടിങ്സ് എക്സെട്ര. അപ്പോൾ നമ്മൾ അധികവും ഈ PCC യൂസ് ചെയ്യുന്നത് ബെഡ് കോൺക്രീറ്റ് ആയിട്ട്, അതായത് നമ്മളിപ്പം ഫൂട്ടിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ സോയിലിനോട് ചേർന്നിട്ട് ഒരു തിക്നെസ്സിൽ പർട്ടിക്കുലർ ഒരു ലെയർ ഓഫ് കോൺക്രീറ്റ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മേലെയാണ് നമ്മൾ ഫൂട്ടിങ്സ് ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് വോളിൻ്റെ ഫൂട്ടിങ്സും ഒക്കെ ആ രീതിയിൽ തന്നെ നമ്മളൊരു ലെയർ എന്ത് ചെയ്യും, കോൺക്രീറ്റ് നമ്മൾ ഇടും. ഒരു ലെയർ കോൺക്രീറ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം അത് ഹാർഡഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വോൾ ഫൂട്ടിങ്സും അതുപോലെ തന്നെ കോളം ഫൂട്ടിങ്സൊക്കെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ബെഡ് കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ PCC യൂസ് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് ഫൗണ്ടേഷനിലൊക്കെ ചെയ്യുമ്പോൾ ആ സോയിലുമായിട്ട് ഈ ഫൂട്ടിങ്ങിൻ്റെയും അതുപോലെ തന്നെ കോളത്തിൻ്റെയൊക്കെ റീഎൻഫോഴ്സ്മെൻറ്റ് തമ്മിൽ കോണ്ടാക്റ്റ് വരാതിരിക്കാനൊക്കെ അത് സഹായകമാവും. ഓക്കെ. പിന്നെ രണ്ടാമത് യൂസ്ഡ് ആസ് പേയ്മെൻറ്റ്സ്. ഇപ്പോൾ അധികവും നമ്മൾ പേയ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡ്സ് ആണെങ്കിലും ചെറിയ റോഡ്സ് ആണെങ്കിലും ഒക്കെ അധികം ഇപ്പം ടൗൺ ഏരിയാസിലൊക്കെ പോവുകയാണെങ്കിൽ ചില റോഡുകളൊക്കെ കോൺക്രീറ്റ് റോഡ്സ് ആണ്. ഓക്കെ, കോൺക്രീറ്റ് റോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് PCC ആണ്. മൂന്നാമത് ടു മേക്ക് ടെന്നീസ് കോർട്ട്, ബാസ്കറ്റ് കോർട്ട്സ് എക്സെട്ര. അങ്ങനെ ഇതിൻ്റെ ഉപയോഗം വളരെ അധികമുണ്ട്. അപ്പം PCC മെയിനായിട്ട് ഇങ്ങനെ 3 കാര്യത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം. 3 കാര്യം. ഒന്ന് ബെഡ് കോൺക്രീറ്റ് വാൾ ഫോട്ടിങ്ങിനും അതുപോലെ തന്നെ കോളം ഫൂട്ടിങ്ങിനും പേയ്മെൻറ്റ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ടെന്നീസ് കോർട്ട്, ബാസ്കറ്റ് കോർട്ട്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇനി റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, RCC എന്ന് പറയുമ്പം നമ്മുടെ PCCനേക്കാളും ഒരു എക്സ്ട്രാ ഒരു മെറ്റീരിയൽ ഇതിൻ്റെ അകത്ത് ആഡാവും. അതിനെ നമുക്ക് സ്റ്റീൽ ബാസ് അല്ലെങ്കിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പം ഈ ഒരു RCCൻ്റെ ഉപയോഗം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ PCC നമുക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. PCCൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് PCCയിൽ ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കുറവാണ്. ഓക്കെ. PCC എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിൽ അല്ലെങ്കിൽ PCC എന്ന് പറയുന്ന ഒരു ഹാർഡൻഡ് മാസിന് ടെൻസൈൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. എന്നാൽ സ്റ്റീലിൻ്റെ കേസ്, അതായത് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ടെൻഷൻ കപ്പാസിറ്റി കൂടുതലുള്ള സ്റ്റീലും അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് കുറവുള്ള കോൺക്രീറ്റും കൂടി കമ്പൈൻ ചെയ്യും. അതായത് ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീൽ ബാർസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാനും കംപ്രഷനെ റെസിസ്റ്റ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു മെറ്റീരിയലായിട്ട് മാറും. ആ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലിനാണ് നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ PCC ഹാസ് വെരി ലോ ടെൻസൈൽ സ്ട്രെങ്ത്. PCCക്ക് വളരെ കുറവ് ടെൻസൈൽ സ്ട്രെങ്തേ ഉള്ളൂ. ഓക്കെ. ടു ഇംപ്രൂവ് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, അതായത് PCCൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സം സോർട്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് മോസ്റ്റ് കോമൺലി ഇൻ ദ ഫോം ഓഫ് സ്റ്റീൽ ബാർസ് ഈസ് നീഡഡ് വിച്ച് ക്യാൻ ടേക്ക് അപ്പ് ദ ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഇൻ ദ സ്ട്രക്ചർ. അപ്പം ഈ കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യും. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ബാർസ് ആണ്. അപ്പം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ചെയ്യുമ്പം അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്സ് ചെയ്യുമ്പം അതിൽ ടെൻസൈലായിട്ടുള്ള സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ടെൻഷൻ വരുന്നത് ആ സ്ഥലത്താണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബീമിൻ്റെയൊക്കെ കേസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, ആ ബീമിലേക്ക് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബീം ബെൻഡ് ചെയ്യും. ഓക്കെ. അതായത് ഡൗൺവേർഡ്സ് ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കംപ്രഷനാണ്. അതായത് നമ്മൾ അതിൻ്റെ കോർണേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ടോപ്പിലുള്ള 2 കോർണേഴ്സും ബോട്ടത്തിലുള്ള 2 കോർണേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ അതിൻ്റെ സർഫസിലൂടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇത് ബെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ടോപ്പ് കോർണേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസും ബോട്ടം കോർണേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. എന്നാൽ ലോഡ് വന്ന് ബെൻഡ് ചെയ്യുമ്പം അത് ഡൗൺവേർഡ്സ് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ടോപ്പിലുള്ള കോർണേഴ്സ് തമ്മിൽ അടുത്ത് വരിക ചെയ്യുക, അത് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വരും. എന്നാൽ ബോട്ടത്തിൽ വരുന്ന കോർണേഴ്സ് എന്ത് ചെയ്യും, അകന്ന് വരും. അപ്പോൾ ടോപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കംപ്രഷനും ബോട്ടത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷനുമാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബീമിൻ്റെ ഡിസൈനിലേക്ക് പോകുമ്പോൾ ഞാൻ പറയാം.
അപ്പം ബോട്ടത്തിൽ എന്ത് വരും, അതിൻ്റെ ഡിസ്റ്റൻസ്, അതായത് രണ്ട് കോർണേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, അകന്ന് വരിക ചെയ്യുക. അപ്പം ബോട്ടത്തിൽ ടെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടം സോണിൽ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ബീമിൻ്റെ കേസിൽ ലോഡ് മേലെ നിന്ന് താഴോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ, നോർമൽ കേസ്, സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസ്. ഓക്കെ, അപ്പം എവിടെയാണോ ടെൻഷൻ വരുന്നത് ആ സ്ഥലത്ത് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും, സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ RCC എന്ന് പറയുന്ന ആ ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ ഗുഡ് ഇൻ ടെൻഷനും ഗുഡ് ഇൻ കംപ്രഷനും ആക്കി മാറ്റും. അതായത് ആ വരുന്ന ലോഡിനനുസരിച്ചും അല്ലെങ്കിൽ ആ അവിടുത്തെ റിക്വയർമെൻറ്റ് അനുസരിച്ചും ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാനും കംപ്രഷനെ റെസിസ്റ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാക്കി മാറ്റും, അല്ലെങ്കിൽ അത് മാറും. ഓക്കെ, ദ റീഇൻഫോഴ്സിങ് സ്റ്റീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫോംസ് ആൻഡ് ഫ്രഷ് കോൺക്രീറ്റ് ഈസ് poured അറൗണ്ട് ഇറ്റ്. അപ്പോൾ റീഇൻഫോഴ്സിങ് സ്റ്റീലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കൊണ്ടുപോയി വെക്കുക. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കമ്പി കെട്ടി എവിടെയാണോ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി വെക്കുക ചെയ്യുക, അല്ലേ? അതായത് ഇപ്പം സ്ലാബ് ആണെങ്കിലും ബീമാണെങ്കിലും കോളാണെങ്കിലും ഒക്കെ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം കോളത്തിലൊക്കെ ആണെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോപ്പറായിട്ട് വെച്ചിട്ട് അതിൽ ടൈസൊക്കെ വെച്ച് കെട്ടി കറക്റ്റ് സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി ആദ്യമേ അത് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതെവിടെയാണോ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയിട്ട് അത് പ്രോപ്പറായിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും, അല്ലേ? എന്നിട്ട് അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺക്രീറ്റ് പോർ ചെയ്യുന്നത്. അപ്പോൾ റീഇൻഫോഴ്സിങ് സ്റ്റീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫോംസ്. അപ്പോൾ ഫോം വർക്കിൽ റീഇൻഫോഴ്സിങ് സ്റ്റീൽ ആദ്യം പ്ലേസ് ചെയ്യും, എന്നിട്ട് ഫ്രഷ് കോൺക്രീറ്റ് എന്ത് ചെയ്യും, അതിലേക്കിടും, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് RCC നമ്മൾ ഉണ്ടാക്കുന്നത്. ദിസ് സോളിഡിഫൈഡ് കോമ്പോസിറ്റ് മാസ് ഈസ് കോൾഡ് ആസ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. അങ്ങനെ ഫോം ചെയ്യുന്ന സോളിഡിഫൈഡ് ആയിട്ടുള്ള മാസിനാണ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ആ സോളിഡ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള ആ ഒരു മാസിനാണ് നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ അതിന് കൊടുക്കാം. റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ഈസ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്ന സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലാണ്. കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലോ അധികമോ മെറ്റീരിയൽ വരുന്നത്, അല്ലേ? ഒന്നിലധികം മെറ്റീരിയൽ വരുന്നതിനാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഒന്നിലധികം മെറ്റീരിയൽ ഏതാ? ഒന്ന് കോൺക്രീറ്റ് വരുന്നുണ്ട്, പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നുണ്ട്, സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ രണ്ട് മെറ്റീരിയൽ ഇതിൻ്റെ അകത്ത് വന്നു. അപ്പം ഇതൊരു കോമ്പോസിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അങ്ങനെ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം. The steel reinforcement are placed in the tensile zone of the structure and take up the tensile stresses. അപ്പോൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുക? ഈ സ്ട്രക്ചറിൻ്റെ ടെൻസൈൽ സോണിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. അതെന്ത് ചെയ്യും? ടെൻസൈൽ സ്ട്രെസ്സസിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ടെൻസൈൽ സോണിൽ നമ്മൾ, അതായത് എവിടെയാണോ ടെൻഷൻ വരുന്നത് ആ സോണിൽ നമ്മൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്യും. അതെന്ത് ചെയ്യും? ടെൻസൈൽ സ്ട്രെസ്സസിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ RCC എന്ന് പറയുന്നത് എന്തായി മാറി? RCC ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ആസ് വെൽ ആസ് ടെൻഷൻ. RCC കംപ്രഷനിലും സ്ട്രോങ് ആയി, ടെൻഷനിലും സ്ട്രോങ് ആയി മാറി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് അഡ്വാൻറ്റേജസ് ഓഫ് RCCൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഹാസ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് കമ്പയർഡ് ടു അതർ ബിൽഡിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ മറ്റുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ടിമ്പറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന് വളരെയധികം കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. അതായത് കൂടുതൽ കംപ്രസീവ് സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി RCCക്ക് ഉണ്ട്. ഓക്കെ, ഓൾറെഡി കോൺക്രീറ്റ് സ്ട്രോങ് ഇൻ കംപ്രഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കംപ്രസീവ് സ്ട്രെങ്ത് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി RCCക്ക് ഉണ്ട്. രണ്ടാമത്തത്, ഡ്യൂ ടു ദ പ്രൊവൈഡഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ക്യാൻ ഓൾസോ വിത്ത്സ്റ്റാൻഡ് എ ഗുഡ് എമൗണ്ട് ഓഫ് ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തത് കൊണ്ട് തന്നെ ഈ RCCക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെൻസൈൽ സ്ട്രെസ് വളരെ അധികം തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എവിടെയാണോ ടെൻസൈൽ സ്ട്രെസ് വരുന്നത് ആ പൊസിഷനിൽ ടെൻസൈൽ സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RCCക്ക്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിന് പറ്റും. RCC structures are more fire resistant than other commonly used construction materials like steel and wood. അപ്പം വേറെ സ്ട്രക്ചേഴ്സ്, ഇപ്പം ടിമ്പർ സ്ട്രക്ചേഴ്സ് ഉണ്ട്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ RCC സ്ട്രക്ചർ കൂടുതൽ ഫയർ റെസിസ്റ്റൻ്റ് ആണ്. ബട്ട് വുഡൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അതുപോലെ തന്നെ സ്റ്റീലൊക്കെ ആണെങ്കിലും അതൊക്കെ വെൽഡൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് തീ വരുമ്പം, ഫയർ വരുമ്പം എന്തായി പോവും? ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം RCC സ്ട്രക്ചർ എന്ന് പറയുന്നത് ടിമ്പറിനേക്കാളും അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനേക്കാളും സ്ട്രോങ് ആണ്. അതായത് ഫയർ റെസിസ്റ്റൻസിൻ്റെ കേസിൽ കൂടുതലാണ്. RCC structures are more fire resistant than other commonly used construction materials like steel and wood. The reinforced
കോൺക്രീറ്റ് ബിൽഡിംഗ് സിസ്റ്റം ഈസ് മോർ ഡ്യൂറബിൾ ദാൻ എനി അതർ ബിൽഡിംഗ് സിസ്റ്റം. RCC ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ഡ്യൂറബിൾ ആണ്. അതായത് മറ്റുള്ള ബിൽഡിങ്സിനൊക്കെ വെച്ച് ടൈപ്പ് ഓഫ് ബിൽഡിങ്സിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം RCC സ്ട്രക്ചർ വളരെ ഡ്യൂറബിൾ ആണ്. പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുകയും അതുപോലെ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും, നല്ല രീതിയിൽ അത് കോമ്പാക്റ്റ് ചെയ്യുകയും ക്യൂർ ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ മിനിമം 100 years വരെയൊക്കെ ഡ്യൂറബിൾ ആണ്. അപ്പം RCC സ്ട്രക്ചർ ഡ്യൂറബിൾ ആണ്. ദ റോ മെറ്റീരിയൽസ് ആർ ഈസിലി അവൈലബിൾ ആൻഡ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ഈസിലി. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് നാട്ടിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം സിമെൻ്റ് ആണെങ്കിലും ഫൈൻ അഗ്രിഗേറ്റ് ആണെങ്കിലും കോസ് അഗ്രിഗേറ്റ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ വേറെ സ്റ്റീൽ സ്ട്രക്ചേഴ്സൊക്കെ ആണെങ്കിൽ വലിയ വലിയ സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റി കുറവാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സൈസിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ട് അത് എന്ത് ചെയ്യേണ്ടി വരും, അത് ഉണ്ടാക്കി ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് അത് എവിടെയാണോ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഫീൽഡിലേക്ക് എടുത്ത് കൊണ്ടുവരേണ്ടി വരും. അതൊക്കെ ട്രാൻസ്പോർട്ടേഷനൊക്കെ അത് ഡിഫിക്കൽറ്റിയാണ്. പക്ഷേ നമ്മുടെ നോർമൽ RCCൻ്റെ എല്ലാ മെറ്റീരിയൽസും ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. Reinforced concrete as a fluid material in the beginning can be economically molded into a limitless range of shapes. അപ്പോൾ RCC അതായത് അത് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അതൊരു പ്ലാസ്റ്റിക് മാസമായിട്ടായിരിക്കും അല്ലേ, അതായത് ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പം ആ നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ മോൾഡ് ചെയ്യേണ്ടത് ആ ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാറ്റാനാക്കി പറ്റും. അതായത് എവിടെയാണോ നമുക്ക് സ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് ഷേപ്പിലാണോ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ മോൾഡ് നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എവിടെയാണോ ടെൻഷൻ വരുന്നത് അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്യും. എന്നിട്ട് കോൺക്രീറ്റ് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ കോമ്പാക്ഷനും ക്യൂറിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആ ഒരു സ്ട്രക്ചറിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് മോൾഡബിലിറ്റി എന്ന് പറയുന്നൊരു അഡ്വാൻറ്റേജസ് ആണ്. ദ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഈസ് വെരി ലോ. മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവാണ്. In the structure like footings, dams, piers, etc., reinforced concrete is the most economical construction material. ഇപ്പം ഫൂട്ടിങ്സിൻ്റെ കേസായാലും ഡാംസിൻ്റെ കേസായാലും പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലുണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ, വെള്ളത്തിൽ അണ്ടർഗോ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ, അതായത് ഇപ്പം വെള്ളത്തിലേക്ക് കരയുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കൺസ്ട്രക്ഷൻ അതിനൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ഫൂട്ടിങ്സിലും ഡാംസിലും പിയേഴ്സിലൊക്കെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ്. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ റിജിഡ് മെമ്പർ വിത്ത് മിനിമം ഡിഫ്ലക്ഷൻ. RCC എന്ന് പറയുന്നത് തന്നെ റിജിഡ് ആണ്, അതായത് ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ അതിന് ഡിഫ്ലക്ഷൻ കുറവായിരിക്കും. മിനിമം ഡിഫ്ലക്ഷനെ RCC സ്ട്രക്ചേഴ്സിൽ വരാറുള്ളൂ. ഡിഫ്ലക്ഷൻ വരില്ല എന്നല്ല, മിനിമം ഡിഫ്ലക്ഷനെ വരാറുള്ളൂ. As reinforced concrete can be molded to any shape required, it is widely used in precast structural components. അപ്പോൾ നേരത്തെ പറഞ്ഞു മോൾഡബിലിറ്റി ഒരു പ്രോപ്പർട്ടിയാണ് RCCൻ്റെ. അതുകൊണ്ട് തന്നെ പ്രീകാസ്റ്റ് സ്ട്രക്ചറൽ കമ്പോണൻസ് ഉണ്ടാക്കാനും നമ്മൾ RCC യൂസ് ചെയ്യാറുണ്ട്. അതായത് പ്രീകാസ്റ്റ് അല്ലേ, മുന്നമേ കാസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ടൈം ലിമിറ്റിൻ്റെ ഉള്ളിലൊക്കെ കൺസ്ട്രക്ഷനൊക്കെ തീർക്കാനായിട്ട് വലിയ വലിയ സ്ട്രക്ചേഴ്സൊക്കെ ചെയ്യുന്നത് ഓൾറെഡി അതിൻ്റെ ബീമാണെങ്കിലും കോളമാണെങ്കിലും അതിൻ്റെ സൈസൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്ലാബ് പാനൽസ് വാൾ പാനൽസൊക്കെ നമ്മളിപ്പം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഫാക്ടറിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ആ പറഞ്ഞിരിക്കുന്ന സൈസിലും കാര്യങ്ങളിലൊക്കെ അവർ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യും, എവിടെയാണോ കൺസ്ട്രക്ട് ചെയ്യേണ്ട അവിടെ കൊണ്ടുവന്ന് അത് ഫിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് മുന്നമേ കാസ്റ്റ് ചെയ്യാൻ പറ്റും ഇഷ്ടമുള്ള ഷേപ്പിലേക്ക്. അതായത് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി, ആ ഒരു ഷേപ്പിലേക്ക് ആ ഒരു സൈസിലേക്ക് ഈസി ആയിട്ട് തന്നെ മോൾഡ് ചെയ്തിട്ട് നമുക്ക് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മുന്നമേ കാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ റിക്വയർസ് ലെസ് സ്കിൽഡ് ലേബർ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ സ്ട്രക്ചർ കമ്പയർഡ് ടു അതർ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ RCC സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൽഡ് ലേബേഴ്സിൻ്റെ അളവ് കുറവ് മതി. അതായത് മറ്റുള്ള സ്ട്രക്ചേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണെങ്കിലും ടിമ്പർ സ്ട്രക്ചേഴ്സ് ആണെങ്കിലും അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം RCC സ്ട്രക്ചറിൽ സ്കിൽഡ് ലേബേഴ്സിൻ്റെ എണ്ണം കുറവ് മതി. ഓക്കെ, അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ് RCCൻ്റെ കേസിൽ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് RCC. ഫസ്റ്റ് വൺ, ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ്
റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഈസ് അബൌട്ട് 1/10 ഓഫ് ഇറ്റ്സ് കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പോൾ RCCൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ഏകദേശം 1/10 ഉള്ളൂ അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്. ഇപ്പം റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഈ RCCൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എക്സ്റ്റേണൽ ലോഡ് മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ്സസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ RCCക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ സ്ട്രെങ്ത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ടെൻസൈൽ സ്ട്രെങ്ത്ത് വളരെ കുറവാണ്. ഏകദേശം കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ 1/10 ഉള്ളൂ ടെൻസൈൽ സ്ട്രെങ്ത്. The main steps involved in reinforced concrete construction are mixing, casting and curing. All of these affect the final strength. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതായത് RCCൻ്റെ കൺസ്ട്രക്ഷനിൽ വിവിധ സ്റ്റെപ്സ് ഉണ്ട് അല്ലേ. മെയിനായിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ മിക്സിങ്, പിന്നെ കാസ്റ്റിംഗ്, ക്യൂറിങ്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചാൽ ഓവറോൾ സ്ട്രെങ്ത്തിനെ അത് ബാധിക്കും. ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ പോരായ്മ വന്നാൽ മതി, ഓവറോൾ ആ ഫൈനൽ സ്ട്രെങ്ത്തിനെ അത് ബാധിക്കും. ദ കോസ്റ്റ് ഓഫ് ദ ഫോംസ് യൂസ്ഡ് ഫോർ കാസ്റ്റിംഗ് ഈസ് റിലേറ്റീവ്ലി ഹയർ. അപ്പം ഈ RCC കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോം വർക്കിൻ്റെ കാശ് വളരെ അധികമാണ്. സ്റ്റീൽ സ്ട്രക്ചേഴ്സിനൊന്നും ഫോം വർക്കിൻ്റെ ആവശ്യം വരുന്നില്ല, പക്ഷേ RCCയിൽ ഫോം വർക്ക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആണ്. ഈ ഒരു ഫോം വർക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ RCC കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് ഈ ഫോം വർക്ക് മുഖേന ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടാവും. ശ്രിങ്കേജ് കോസസ് ക്രാക്ക് ഡെവലപ്മെൻറ്റ് ആൻഡ് സ്ട്രെങ്ത് ലോസ്. അപ്പോൾ ശ്രിങ്കേജ് സ്ട്രെയിൻ കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യും. ശ്രിങ്കേജ് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. ക്രാക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്ട്രെങ്ത്തിൽ കുറവുണ്ടാകും. ഓക്കെ, ശ്രിങ്കേജ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതായത് ഈ കോൺക്രീറ്റിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ ഇവാപ്രേറ്റ് ആയിട്ട് പോയിട്ട് വോയിഡ്സ് അവിടെ ഫോം ചെയ്യും. വോയിഡ്സ് അവിടെ ഫോം ചെയ്യുമ്പോൾ ആ വോയിഡ്സിലൂടെ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ റീഇൻഫോഴ്സ്മെൻറ്റ് തുരുമ്പിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ശ്രിങ്കേജ് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പം ക്രാക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ക്രാക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ക്രാക്കിലൂടെ മോയ്സ്ചർ കണ്ടൻറ്റ് സ്റ്റീലുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് തുരുമ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഓവറോൾ ഈ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്നതാണ്. RCC structures are heavier structures than structures of other materials like steel, timber, etc. അപ്പോൾ RCC structures വളരെ ഹെവിയാണ് അല്ലേ. കോൺക്രീറ്റ് വളരെ വെയിറ്റ് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഹെവി സ്ട്രക്ചേഴ്സാണ്. മറ്റുള്ള സ്റ്റീൽ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിലും ടിമ്പർ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിലൊക്കെ വളരെ ഹെവിയാണ് RCC സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇതാണ് RCCൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ഡ്രോബാക്സ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ബാക്കി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.